ഈ സംഗമത്തിൽ എന്നോട് പറയാൻ പറഞ്ഞത് കേരളത്തിന്റെ പവർ സെക്ടർ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു പൊസിഷൻ, അതുപോലെ തന്നെ ഭാവി എങ്ങനെയാവാം എന്നതിനെ കുറിച്ചുള്ള ചില ധാരണകൾ പങ്കുവയ്ക്കാനാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ പവർ സെക്ടർ മാത്രമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഒരു കേരളത്തിന്റെ ഒരു പൊതു വികസനത്തിന്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് എന്നതുപോലെ ആയിരിക്കും പവർ സെക്ടർ മുന്നോട്ട് പോവുക. രാജ്യത്ത് ഇപ്പം ഇന്ത്യയിലെ മൊത്തത്തിൽ ഒരു പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം എടുത്താൽ 1300 യൂണിറ്റാണ് വർഷം. പ്രതിശീർഷ വൈദ്യുതി ഉപയോഗം എടുത്താൽ രാജ്യത്ത് അതൊരു 1300 യൂണിറ്റ് വെച്ചാണ് ഇപ്പോൾ ഉപഭോഗം വരുന്നത്. എന്നാൽ കേരളത്തിൽ അത് 800 താഴെയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ശരാശരിയുടെ 500 യൂണിറ്റ് താഴെയാണ് കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം. അത് ഇന്റർനാഷണലി എടുത്താൽ ഒരു 3300-3400 യൂണിറ്റാണ് വരുന്നത്. അപ്പം ഇന്റർനാഷണലി ഉള്ളതിൻ്റെ പകുതിയിലും കുറവാണ് ഇന്ത്യയിലെ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം. അതിനേക്കാളും ഒരു 500 യൂണിറ്റ് കുറവാണ് കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം. സാധാരണഗതിയിൽ ഈ HDI, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും വൈദ്യുതി ഉപഭോഗവും തമ്മിൽ ഒരു ഗ്രാഫൊക്കെ വരച്ചാൽ അത് നേരെ അനുപാതത്തിലാണ് പോകാറ്. അതായത് ഓരോ രാജ്യത്തെയും ടോട്ടൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ വേഴ്സസ് HDI വരച്ച ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു 4000-4500 വരെ പോവുക. പക്ഷെ ഒരു 4500 കഴിഞ്ഞാൽ അത് ഫ്ലാറ്റൻ ചെയ്യും. അതായത് ഇങ്ങനെ ഒരു കർവാ കിട്ടുക. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് വലിയ ഡിഫറൻസ് ഒന്നും HDIയിൽ കാണിക്കാറില്ല. ഇപ്പൊ കേരളത്തിലെ വൈദ്യുതി ഉപഭോഗം എടുത്താൽ യഥാർത്ഥത്തിൽ HDI വളരെ കുറഞ്ഞ രാജ്യങ്ങളുടെ കമ്പാരിസണിലാണ് കിട്ടുക. ഈ 800 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ HDI വാല്യൂ വരുമ്പോൾ 0.4 താഴെ അല്ലെങ്കിൽ 40% താഴെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഫിഗറിലാണ് കേരളത്തിൻ്റെ വൈദ്യുതി ഉപഭോഗം ഉള്ളത്. എന്നാൽ നമ്മളൊക്കെ സാധാരണഗതി അങ്ങനെ പറയുക. അങ്ങനെ അല്ലതാൻ. അതായത് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികസിത രാജ്യങ്ങളിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനോട് കമ്പയർ ചെയ്യാവുന്ന ഒന്നാണ് കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ പറയുക. ഇതൊരു യഥാർത്ഥത്തിൽ ഒരു വിരോധാഭാസം അതിനകത്തുണ്ട്. ഈ വിരോധാഭാസം ശരിക്കും അതിനകത്ത് അത് പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതിൽ കേരളത്തിന്റെ വൈദ്യുതി ഉപഭോഗം കണക്കാക്കുന്നതിൽ ചില പ്രശ്നമുണ്ട്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും കൺസ്യൂം ചെയ്യുന്നുള്ളൂ എന്നുള്ള സത്യമാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളും കൺസ്യൂം ചെയ്യുന്നത് കേരളത്തിന് വേണ്ടിയാണ് എന്നത് കൂടി ഇതിന്റെ കൂട്ടത്തിൽ പെടുത്തേണ്ടതുണ്ട്. കേരളം നെറ്റ് ഇമ്പോർട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് വൈദ്യുതിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ കാര്യത്തിലും. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാത്രമാണ്. അല്ലാതെ കാര്യമായി മറ്റ് പ്രോഡക്ട്സ് ഒന്നും പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. നമ്മളൊരു ഉപഭോഗ സംസ്ഥാനം എന്ന രൂപത്തിൽ പറയാൻ കഴിയുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന ഇമ്പോർട്ടിന്റെ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ബാലൻസ് വരുന്ന പ്രോഡക്റ്റിൽ ഓരോന്നിലും സന്നിവേശിക്കപ്പെട്ടിട്ടുള്ള എനർജി ഉണ്ടാവുമല്ലോ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ. ആ ഇലക്ട്രിസിറ്റിയെ കൂടി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിശീർഷ ഉപഭോഗത്തിന്റെ ഭാഗമായി കൂട്ടിയാലേ ഈ പറയുന്ന കണക്ക് ശരിയാവും. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കാർഷിക സബ്സിഡി കൊടുക്കുന്ന വൈദ്യുതി, അതിന്റെ ഒരു വലിയ പങ്ക് കേരളത്തിലേക്ക് വരുന്ന അരിയാണ്. ഇതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും, പച്ചക്കറി ആയാലും അരി ആയാലും മറ്റു ഉൽപ്പന്നങ്ങളായാലും എല്ലാ ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ കുറച്ച് ഇലക്ട്രിസിറ്റിയും കൂടി ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റിയും കൂടി കണക്കിലാക്കിയാൽ മാത്രമേ കേരളത്തിന്റെ ഈ പറയുന്ന പോലെ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് HDI ആയിട്ട് കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന കണക്കിലേക്ക് എത്തൂ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, ലേറ്റന്റ് എനർജി എത്രയുണ്ട്, ഓരോ പ്രോഡക്റ്റിലെയും ലേറ്റന്റ് എനർജി എത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റിന്റെ കമ്പണന്റ് എന്താണ് എന്ന നിലയ്ക്കുള്ള ഒരു പഠനമൊന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. എങ്കിലും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതിനകത്ത് ചെറിയൊരു ശ്രമം നടത്തുകയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം കേരളത്തില് പ്രതിശീർഷം 1000 യൂണിറ്റ് വൈദ്യുതിയോളം ഈ പറയുന്ന രൂപത്തിൽ ലേറ്റന്റ് എനർജി ആയിട്ട് വരുന്നുണ്ട് എന്നാണ്. അതും കൂടി കണക്കാക്കിയാൽ നമ്മുടെ ശരാശരി ഇന്ത്യൻ ശരാശരിയേക്കാളും മുകളിൽ പോവുകയും ചെയ്യും. കാരണം 1300 എന്ന് പറയുന്നത് 1000 കൂടി ചേർന്നാൽ 1800
800-ലേക്ക് നമ്മൾ എത്തും. നമ്മൾ 800-ലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഒരു 1800-ൽ എത്തും. ഈ 1800-ലേക്ക് എത്തുന്നത് കണക്കാക്കിയാൽ നമ്മുടെ HDI ആയിട്ട് അപ്പോഴും മാച്ച് ചെയ്യില്ല, പക്ഷെ അടുത്തൊക്കെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു ധാരണ ഒന്നുണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്ന, ഭാവി ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യുന്നതിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പുറത്ത് കേരളത്തിന് വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ടോ? കേരളത്തിന്റെ കാർഷിക മേഖലയിൽ നമ്മൾ എന്താ പറയുക, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ടോ, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുമായി കണക്ട് ചെയ്ത് മാത്രമേ നാളെ കേരളത്തിൽ എത്ര എനർജി യൂസ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഇലക്ട്രിസിറ്റി വേണ്ടി വരും എന്ന ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലാതെ ഇപ്പം ബിസിനസ് ആസ് യൂഷ്വൽ, ഇപ്പം നടക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്ന കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻക്രീസ് ആ നിലയ്ക്ക് തന്നെ, അതിനകത്ത് ചില ചാഞ്ചാട്ടങ്ങളുണ്ട്. ഇപ്പം ഇപ്രാവശ്യം ഹീറ്റ് വേവിന്റെ ഭാഗമായിട്ട് വലിയൊരു എനർജി കൺസംഷൻ വന്നു. അതെല്ലാ കാലവും അങ്ങനെ വന്നോളും നിർബന്ധമൊന്നുമില്ല. അപ്പം അത്തരത്തിലുള്ള ചില പെട്ടെന്നുണ്ടാകുന്ന ചില മാറ്റങ്ങൾ എനർജി കൺസംഷനിൽ മാറ്റം വരുത്തുമെങ്കിൽ പോലും എനർജി കൺസംഷന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും കേരളത്തിന്റെ ഊർജ്ജ ഉപഭോഗം വർദ്ധിക്കുക എന്നത് കണക്കാക്കുന്നതിൽ നമ്മുടെ ഡെവലപ്മെന്റിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം ഒരു ഉപഭോഗ സംസ്ഥാനം എന്നതിൽ നിന്ന് മാറി ഒരു ഉൽപാദന കേന്ദ്രീകൃത സംസ്ഥാനമായി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അത് സാധ്യമാവും? അവിടെയൊക്കെ എത്രയാണ് നിങ്ങൾ അവിടെ എനർജി കമ്പണന്റ് എത്രയായിരിക്കും, അതിനകത്ത് ഇലക്ട്രിസിറ്റി കമ്പണന്റ് എന്തായിരിക്കും? ഇതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തു പോകേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇലക്ട്രിസിറ്റി ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് കേവലമായി ഇലക്ട്രിസിറ്റി സെക്ടറിൽ മാത്രം നിൽക്കുന്ന ഒരു ഫോർകാസ്റ്റിൽ നിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു വികസനത്തിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, പരിപ്രേക്ഷ്യം എന്താണ് എന്നതുമായി വളരെ കൃത്യമായി ലിങ്ക്ഡ് ആണ്. ഇപ്പൊ കേരളത്തിലെ കാർഷിക മേഖലയാണ് ഇപ്പം ഇന്ത്യയിലെ വൈദ്യുതി ഉപഭോഗത്തിന്റെ ഒരു ടോട്ടൽ എന്താ പറയുക അളവ് എടുത്തു കഴിഞ്ഞാൽ ഒരു 25-30% വൈദ്യുതി ഉപയോഗിക്കുന്നത് കാർഷിക മേഖലയിലാണ്. കേരളത്തില് നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷത്തി ചില്ലാനം പമ്പുകളാണ് കേരളത്തിലുള്ളത്. പക്ഷെ ഈ പമ്പ് എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് 2.25 ലക്ഷവും 1/2 HP 1 HP മോട്ടറുകളാണ്. കാർഷിക കണക്ഷനാണ്. പക്ഷേ ഈ കണക്ഷൻ പലതും കൃഷിക്ക് പമ്പ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും കുടിവെള്ളമായിട്ട് തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു 10 HP മോട്ടറെങ്കിലും ഉള്ളത് വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ എവിടെയുള്ളൂ, കേരളത്തിലെ ഈ പറയുന്ന അഗ്രികൾച്ചർ കണക്ഷനിലുള്ളൂ. കേരളത്തിലെ അഗ്രികൾച്ചറൽ കൺസംഷൻ എന്ന് പറയുന്നത് 200 മില്യൺ യൂണിറ്റ് ആണ്. കേരളത്തിലെ ആകെ കൺസംഷൻ 30,000 മില്യൺ യൂണിറ്റ് ആണ് ഒരു വർഷത്തെ. ആ 30,000 മില്യൺ യൂണിറ്റിൽ 200 മില്യൺ യൂണിറ്റ് ആണ് അഗ്രികൾച്ചറൽ കൺസംഷൻ. എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും? 1% വരില്ല. കാരണം 1% വരണമെങ്കിൽ 300 മില്യൺ യൂണിറ്റ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു 0.6% ആണ് നമ്മുടെ അഗ്രികൾച്ചർ കൺസംഷൻ. അപ്പൊ കേരളത്തിൽ ഇറിഗേഷൻ നടക്കുന്നില്ലേ? കേരളത്തിൽ ഇറിഗേഷൻ നടക്കുന്നുണ്ട്. പലതും എന്താണ്, ഗ്രാവിറ്റി ഇറിഗേഷൻ ആണ്. ഇപ്പം അണക്കെട്ട് കെട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തടയണ കെട്ടി വെള്ളം സംഭരിച്ച് കനാലിലൂടെ കൊണ്ടുപോയി പ്രാദേശികമായി. പക്ഷെ ഈ പ്രശ്നം എന്താ വെച്ചാൽ കേരളത്തിലെ ഈ പറയുന്ന മുഴുവൻ ഇറിഗേഷൻ പ്രോജക്റ്റുകളും യഥാർത്ഥത്തിൽ ഇറിഗേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വയലുകൾക്കാണ്. അതായത് ഇടനാട്ടിലും തീരപ്രദേശത്തും ഉള്ള, അല്ലെങ്കിൽ കേരളം എങ്ങനെയാണല്ലോ, മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിനകത്ത് തന്നെ ഇടനാടിന്റെ ഒരു പകുതി മലനാടിന്റെ ഭാഗം തന്നെ തുടർച്ചയാണ്. ഇടനാട്ടിലും തീരപ്രദേശത്തും ഉള്ള സമതലങ്ങളിലെ വയലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ എന്ന നിലയ്ക്കാണ് കേരളത്തിലെ ഇറിഗേഷൻ സിസ്റ്റം മുഴുവൻ പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കനാൽ ഇറിഗേഷൻ ആവുന്നത്, ഗ്രാവിറ്റി ഇറിഗേഷൻ ആവുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രധാന കൃഷി എന്താ? കേരളത്തിൽ ഇപ്പോഴും പ്രധാന കൃഷി തെങ്ങ് തന്നെയാണ്. പക്ഷേ ഈൽഡ് പ്രധാനപ്പെട്ടതല്ല. കേരളത്തിലെ തെങ്ങ് മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വർഷത്തെ ശരാശരി ഈൽഡ് എന്ന് പറയുന്ന സാധനം 55 തേങ്ങയാണ്.
ഒരു തെങ്ങിലെ ശരാശരി കേരളത്തിൽ കിട്ടുന്ന തേങ്ങ 55 തേങ്ങയാണ്. തമിഴ്നാട്ടിൽ അത് 340, കർണാടകയിൽ അത് 480. എന്തുകൊണ്ടാണ് ഇത് 55 തേങ്ങ ആവുന്നത്? കേരളത്തിലെ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങ് കയറുമ്പോ 3 പ്രാവശ്യമാണ് നമുക്ക് തേങ്ങ കിട്ടുക, കുംഭം മീനം മേടം. ഈ 3 പ്രാവശ്യം തേങ്ങ കിട്ടുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ മഴ സമയത്ത് ഉണ്ടാകുന്ന വെള്ളക്ക തേങ്ങയാവുന്നതാണ് കേരളത്തിലെ തെങ്ങിലെ ഈൽഡ് എന്ന് പറയുന്നത്. മഴ കഴിഞ്ഞാൽ പിന്നെ ഈൽഡ് ഇല്ല. തെങ്ങ് നനയ്ക്കുക എന്നത് നമ്മുടെ ഒരു ശീലവുമല്ല. തെങ്ങ് മാത്രമല്ല, കേരളത്തിലെ മറ്റൊരു കൃഷിയും ബേസിക്കലി ഈ പറഞ്ഞ പച്ചക്കറി വയല് തുടങ്ങിയതല്ലാതെ മറ്റൊരു കൃഷിയും യഥാർത്ഥത്തിൽ നനയ്ക്കുക എന്നത് കേരളത്തിലില്ല. പെയ്യുന്ന മഴ അതിനപ്പുറത്തേക്കില്ല. ലിഫ്റ്റ് ഇറിഗേഷൻ ഇല്ലാതെ അത് സാധ്യമാവില്ല. കാരണം കേരളത്തിൽ ഇപ്പോഴും കൃഷി നടക്കുന്നത് പ്രധാനമായിട്ടും എവിടെയാ? ഹൈ റേഞ്ചിലാണ്, മലനാട്ടിലാണ്. അല്ലാതെ ഇടനാട്ടിലോ സമുദ്ര പ്രദേശത്തോ അല്ല. രണ്ടിടത്തും വീടാണ് കൂടുതലുള്ളത്. നമ്മൾ ലാൻഡ് മോളിൽ നിന്ന് നോക്കിയാൽ ബഹുഭൂരിപക്ഷവും വീടാണ്. വീടും റോഡും കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ലാൻഡ് ഏരിയ വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ കാർഷിക മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ടാവണം. അപ്പം അങ്ങനെ ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ടാവണമെങ്കിൽ കേരളത്തിൽ എത്ര എനർജി കൺസംഷൻ അതിന് വേണ്ടി വരും? ഇത് തിട്ടപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം നമ്മുടെ തെങ്ങും തോപ്പുകളും മറ്റ് ഇടവേളകളും ഒക്കെ നനയ്ക്കുക എന്നത് യഥാർത്ഥത്തിൽ ഇതുമായി കൂട്ടിക്കലർത്തി കാണുന്നതാണ്. കാർഷിക മേഖല നമുക്ക് വേറെ ചർച്ച ചെയ്യും. ഇപ്പം അത് ആ വിഷയത്തിലേക്ക് അങ്ങ് പോയാൽ അവിടെ നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. കാരണം എങ്ങനെയാണ് ഇടവേള ഉണ്ടാക്കുക, കേരളത്തിലെ കൃഷി എന്തായിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണശീലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് കിഴങ്ങാണ്. ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ് തുടങ്ങിയിട്ട് ഒരുപടി കിഴങ്ങ് വർഗ്ഗങ്ങൾ തിന്നിരുന്ന ഒരു മനുഷ്യർ ജീവിച്ചിരുന്ന നാടാണ് കേരളം. പക്ഷെ ഇപ്പൊ നമ്മൾ അതൊന്നും തന്നെ, ഇപ്പം 5 സ്റ്റാർ വിഭവം എന്നുള്ള രൂപത്തിൽ കപ്പ പല സ്ഥലത്തും ഉണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സാധനവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ തെങ്ങിൻ തോപ്പുകളിലെ ഇടവിളയായിട്ട് കൃഷി ചെയ്തിരുന്നതാണ്. ആ നിലയ്ക്ക് ഇടവിള കൃഷി ചെയ്യപ്പെടേണ്ടതാണ്. അവിടെയൊക്കെ എന്താ പറയാ, ഇറിഗേഷൻ നടക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചേർന്ന് വന്നാൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഇറിഗേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്ന 200 മില്യൺ യൂണിറ്റിൽ നിന്ന് എത്രത്തോളം അത് വലുതാകാം? ഏറ്റവും കുറഞ്ഞത് ഒരു അഖിലേന്ത്യാ ശരാശരി വെച്ചാൽ അത് 30% നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു 10% എനർജി എങ്കിലും ഈ പറയുന്ന അഗ്രികൾച്ചർ കൺസംഷൻ ആവേണ്ടതാണ്. അത് ഇന്നത്തെ എനർജി കൺസംഷന്റെ 10% അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ കൺസംഷൻ എത്തേണ്ട സ്ഥലത്ത് 10%. അങ്ങനെ കണക്കാക്കുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ എനർജി കൺസംഷൻ, എത്രയായിരിക്കണം അഗ്രികൾച്ചർ കൺസംഷൻ? ഇത് ആണ് ഒരു പ്രശ്നം. ഇൻഡസ്ട്രി കൺസംഷന്റെയും പ്രശ്നം ഉണ്ട്. കാരണം ഒന്ന്, നമ്മുടെ ജനസംഖ്യ, ആ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷത്തിനും കേരളത്തിൽ തൊഴിൽ കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്തൊരു ഘടകമാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലേബർ ഫോഴ്സിന് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ എത്ര എനർജി വേണം എന്ന് പറയുന്ന ഒരു കണക്കും കൂടി ഇതിന്റെ ഭാഗമായി കാണേണ്ടതാണ്. അങ്ങനെ കണക്കാക്കിയാൽ ഇപ്പം കേരളത്തിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ എന്ന സ്ഥാനം പ്രധാനമായിട്ടും ടൂറിസം, അതുപോലെ തന്നെ IT തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ്. നോളജ് ഇൻഡസ്ട്രിയും കുറെയൊക്കെ ഇനി ഇപ്പം കേവലം IT മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നോളജ് ഇൻഡസ്ട്രി എന്നുള്ള രൂപത്തിൽ, കാരണം നോളജ് എക്കണോമി എന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ സ്വാഭാവികമായിട്ടും നോളജ് ഇൻഡസ്ട്രീന്റെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കണക്കാക്കിയാൽ കേരളത്തില് ഒരു തൊഴില്, ഇപ്പം IT സെക്ടറിൽ ഒരു തൊഴിൽ ഉണ്ടാക്കണമെങ്കിൽ എത്ര എനർജി വേണം? ഒരു 1800-2000 യൂണിറ്റ് എനർജി പെർ ജോബ് എന്നുള്ളതാണ് കണക്ക്. എന്തുകൊണ്ടാ? കാരണം എയർ കണ്ടീഷനിങ് അടക്കമുള്ള എല്ലാ സാധനവും അതിന്റെ ഭാഗമായിട്ട് വരും. ടൂറിസം സെക്ടറിൽ ഒരു തൊഴിലുണ്ടാക്കാൻ എത്ര എനർജി വേണം? ഒരു 1500 യൂണിറ്റ് വൈദ്യുതി പെർ ജോബ് എന്ന നിലയ്ക്കാണ് കണക്കാക്കുക. ഇങ്ങനെ കേരളത്തിന്റെ ജോബ് ക്രിയേഷന് വേണ്ടി വരുന്ന ഇൻഡസ്ട്രിയൽ എനർജി എത്രത്തോളം വരും? ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ EHT കൺസംഷൻ എന്ന് പറയുന്ന സാധനം മൊത്തത്തിൽ ഒരു 30-35% വരുന്നുണ്ടെങ്കിലും അതിനകത്ത് EHT ഒക്കെ ബേസിക്കലി വാണിജ്യ മേഖലയിലാണ്, അല്ലാണ്ട് ഇൻഡസ്ട്രിയൽ മേഖലയിലല്ല. നേരത്തെ ഇൻഡസ്ട്രീസ് കുറെ ഉപയോഗിച്ചിരുന്നു. കാരണം ഈ പറയുന്ന രൂപത്തില് എന്താ പറയാ, ഇലക്ട്രോണിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന എന്താ പറയാ, ഈ പറയുന്ന ബോയിലേഴ്സിനും മറ്റ്
ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന രീതി. കാരണം നമ്മൾ അബണ്ടന്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് ധരിച്ചിരുന്ന ഒരു കാലത്ത് അത്തരം ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നിരുന്നു. പക്ഷെ ഇപ്പം ആ ഇൻഡസ്ട്രി ഒക്കെ ഏറെക്കുറെ രംഗത്തുനിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അലൂമിനിയം ഇൻഡസ്ട്രീസ്, നേരത്തെ ഉള്ള അത്ര അലൂമിനിയം ഇൻഡസ്ട്രീസ് ഇപ്പൊ കേരളത്തിൽ ഇല്ല, അതൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ നന്നായിട്ട് എനർജി കൺസ്യൂം ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ബിനാനി സിങ്ക്. ബിനാനി സിങ്ക് പൂട്ടിപ്പോയി. അതുപോലെ നമ്മൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ EHT ഇൻഡസ്ട്രീസ് തന്നെ കുറേയേറെ ഇൻഡസ്ട്രീസ് ഇതിനിടയ്ക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കണക്കാക്കി കേരളത്തിന്റെ ഇൻഡസ്ട്രിയലൈസേഷന്റെ സ്വഭാവം എന്തായിരിക്കും? പ്രധാനമായും നമുക്ക് മാനുഫാക്ചറിങ് രംഗത്ത് എന്താ പറയാ, ഈ പ്രിസിഷൻ മാനുഫാക്ചറിങ്ങിന്റെ ഒരു വലിയ സാധ്യത കേരളത്തിലുണ്ട്. വലിയ രൂപത്തിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കഴിയില്ലെങ്കിൽ പോലും പ്രിസിഷൻ മാനുഫാക്ചറിങ്ങിന് ഒരു സാധ്യത കേരളത്തിലുണ്ട്. പ്രിസിഷൻ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ IT, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യത പ്രൊജക്ട് ചെയ്താൽ വരുന്ന ഒരു 10 വർഷം കൊണ്ട് നമുക്ക് വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റി കൺസംഷൻ എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി കൺസംഷന്റെ ഒരു കണക്ക് ഒരു 20,000-30,000 മില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ആവശ്യം വന്നേക്കും എന്നാണ് കണക്കാക്കുന്നത്. കാരണം അത് നമ്മുടെ ജോബ്, ഇതിന്റെ സ്വഭാവം എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ധാരണയാണ്. അപ്പം കേരളത്തിലെ അഗ്രികൾച്ചർ കൺസംഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു 5,000-6,000 മില്യൺ യൂണിറ്റ് അഗ്രികൾച്ചർ കൺസംഷൻ, ഒരു 20,000 മിനിമത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 20,000 മില്യൺ യൂണിറ്റോളം ഇൻഡസ്ട്രി കൺസംഷൻ. ഇത് രണ്ടും ഒരു വശത്ത് കേരളത്തിന്റെ എന്താ പറയാ ഡെവലപ്മെന്റിന്റെ ഒരു എന്താ പറയാ പ്രൊജക്ഷൻ അനുസരിച്ചിട്ട് ആവശ്യമായി വന്നേക്കാം. കേരളത്തിൽ ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി 30,000 മില്യൺ യൂണിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് സെക്ടർ ഉപയോഗിക്കുന്ന ഫ്യൂവല് ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അതായത് നമ്മൾ ഫ്യൂവൽ കൺസംഷൻ ഇൻ ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ് ആണെങ്കിൽ 1,30,000 മില്യൺ യൂണിറ്റിന് തുല്യമാണ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് സെക്ഷനിൽ ഉപയോഗിക്കുന്ന എനർജി, ടോട്ടൽ ഫ്യൂവൽ. അടുത്ത ഭാവിയിൽ വലിയ രൂപത്തിൽ ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സാധ്യതയുള്ള ഒന്നാണ് എന്ത്, ഈ പറയുന്ന ട്രാൻസ്പോർട്ട് സെക്ടർ. ഇപ്പോ കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഗ്രോ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 75,000 വെഹിക്കിൾസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള കണക്ക്. ഗ്രോത്ത് റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. ഇപ്പം വലിയ രൂപത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് എന്നത് കോസ്റ്റാണ്, വിലയാണ്. അതായത് സാധാരണ ഒരു കോസ്റ്റിലുണ്ട് നോർമൽ. ഈ വില ഒരു എന്താ പറയാ ഉപഭോക്താവിന് താങ്ങണമെങ്കിൽ അയാള് ഒരു ദിവസം ഒരു 60-70 കിലോമീറ്റർ ശരാശരി യാത്ര ചെയ്യും. അതായത് ഒരു 1,800-2,000 കിലോമീറ്റർ ഒരു മാസം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഈ ഫ്യൂൽ കോസ്റ്റും ഇലക്ട്രിസിറ്റി കോസ്റ്റും ഈ പറയുന്ന പോലെ വാഹനത്തിന്റെ ഡിപ്രീസിയേഷൻ കോസ്റ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് സാധാരണ ഒരു എന്താണ് ഖനിജ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളിന് തുല്യമായി കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ചെറിയൊരു ട്രെൻഡ് ഉണ്ട്. കാരണം ഇലക്ട്രിക് വെഹിക്കിളിന്റെ കോസ്റ്റ് കുറയുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിളിന്റെ കോസ്റ്റും സാധാരണ വെഹിക്കിളിന്റെ കോസ്റ്റും തമ്മിൽ ഒരു 2-3 ലക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബാരിയർ നമ്മൾ മുറിച്ചു കടക്കും. കാരണം കേരളത്തില് ഒരു കാറ് ശരാശരി ഓടുന്നത് ഒരു 30-35 കിലോമീറ്റർ ആണ്. അതായത് ഒരു 1000 കിലോമീറ്റർ വരെ ഒരു മാസം ഓടുക എന്നുള്ളതാണ് ഒരു ശരാശരി ഓട്ടം. ആ ഒരു ലെവലിൽ ഓടിയാലും ലാഭകരമാവണമെങ്കിൽ ഈ ഡിഫറൻസ് ഒരു 2 ലക്ഷത്തിലേക്ക് എത്തണം. എന്നാൽ ആളുകൾ മുഴുവൻ ഈ പറയുന്ന ഡിഫറൻസ് ഒന്നും നോക്കിയിട്ടല്ല കാറ് വാങ്ങുന്നുള്ളത് അടുത്തൊരു ഘടകമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പം എല്ലാത്തിന്റെയും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് വെച്ചിട്ടൊന്നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം ഇലക്ട്രിക് കാർ വാങ്ങുക എന്ന് പറയുന്നത് സ്റ്റാറ്റസിന്റെ ഭാഗമായി തീരുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ വാങ്ങാറുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായ എക്കണോമി മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഡിഫറൻസ് 2 ലക്ഷത്തിലേക്ക് എത്തിയാൽ നോർമലി എല്ലാ കാറും ഇലക്ട്രിക് കാറിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം 15-year ബാരിയർ എന്ന് പറഞ്ഞ സാധനം വരാൻ പോവുകയാണ്. 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഏത് കാറും സ്ക്രാപ്പ് ചെയ്യും. അങ്ങനെ സ്ക്രാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത പർച്ചേസ് ഇലക്ട്രിക് കാർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാറ് മാറ്റി വാങ്ങുക എന്നുള്ളതിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അടുത്ത പർച്ചേസ് ഇലക്ട്രിക് കാർ ആവുക എന്നുള്ളത് സംഭവിക്കാം.
അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ കേരളത്തിലുള്ള ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഒരു 2032 എത്തുമ്പോഴേക്കും പകുതി വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിൾ ആവുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കുക എന്നതും കൂടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയും ഇലക്ട്രിസിറ്റി വരികയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ നമ്മളെ ഇല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ട് മാറാനും പറ്റില്ല. അതുകൊണ്ട് ഒരു 2030-32 പീരീഡിൽ ഒരു പകുതി, അതായത് ഇപ്പോഴത്തെ 1,30,000 മില്യൺ യൂണിറ്റിന് തുല്യമായ ഫ്യൂവലിന്റെ പകുതി ഇലക്ട്രിസിറ്റിയിലേക്ക് മാറും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ അതിന് അർത്ഥം 65,000 മില്യൺ യൂണിറ്റ് കറണ്ട് വേണ്ടി വരുന്നല്ല. കാരണം എന്താ? എഫിഷ്യൻസി ഇലക്ട്രിക് വെഹിക്കിളിന് കൂടുതലാണ്. ഇപ്പൊ 1,30,000 മില്യൺ യൂണിറ്റിന് തുല്യമായ ഫ്യൂവൽ ഉപയോഗിക്കുന്ന വാഹനം മുഴുവൻ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയാൽ ഒരു 90,000 മില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റിയെ വേണ്ടി വരും. കാരണം എഫിഷ്യൻസി എന്ന് പറയുന്ന സ്ഥാനത്തിനകത്തും വലിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 30 ആകുമ്പോഴേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എന്നത് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് ഒരു 40,000 മുതൽ 50,000 മില്യൺ യൂണിറ്റ് വരെ ഇമ്പാക്ട് ഉണ്ടാക്കാം. ഇപ്പൊ 2030 പ്രൊജക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ഘടകങ്ങൾ, ഒന്ന് അഗ്രികൾച്ചറിൽ നമ്മളൊരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ, ചേഞ്ച് വരണം ഒരു നിർബന്ധമില്ല, അതുകൊണ്ട് അത് നമ്മളെ എന്താ പറയുക ഫോർകാസ്റ്റിൽ കൂട്ടണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഒരു അപ്പർ ലിമിറ്റിലേക്ക് മാത്രമേ അത് കണക്കാക്കേണ്ടതുള്ളൂ. ഇൻഡസ്ട്രിയൽ ചേഞ്ച് കുറെ വരാൻ സാധ്യതയുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഞാൻ കേവലം ഇൻഡസ്ട്രി മാത്രമല്ല, കമേഴ്ഷ്യൽ ലോഡും കൂടി അതിനകത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. കാരണം വലിയ രൂപത്തിൽ കമേഴ്ഷ്യൽ ഡെവലപ്മെന്റ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതും കേരളത്തിൽ തകർച്ചയിലല്ല, ഭൂമിയിലാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തകർച്ചയിലല്ല. അവിടെ സ്വാഭാവികമായിട്ടും അഡീഷണൽ ആയിട്ട് എനർജി വേണ്ടി വരും. ഡൊമസ്റ്റിക് ലോഡിൽ സാമാന്യം നന്നായിട്ട് വർധനവ് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടുള്ളത്, ഒന്ന് പാചകത്തിന് ഈ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക്, ഗ്യാസിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയിലേക്കുള്ള കൺവേർഷൻ കുറേയേറെ നടക്കുന്നുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നും കൂടിയാണ്, അല്ലാതെ അത് തള്ളിക്കളയേണ്ട ഒന്നല്ല. രണ്ടാമത്തത് AC ലോഡ് വലിയ രൂപത്തിൽ കേരളത്തിൽ മാറുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ഏകദേശം 65,000 യൂണിറ്റുകളാണ് കേരളത്തിലെ AC യൂണിറ്റുകൾ വിൽക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. സാധാരണഗതിയിൽ ഒരു ഈ പറയുന്ന സീസൺ 6 മന്ത് സീസണിൽ ഒരു 20-25,000 അപ്പുറത്തേക്ക് പോകാറില്ല. പക്ഷെ അതിന്റെ ഒരു ഡബിളിനപ്പുറത്തേക്കാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിലെ വിൽപ്പന ഉണ്ടായിട്ടുള്ളത്. AC ലോഡിലുള്ള മാറ്റം, ഈ മാറ്റം ഇപ്പം ഇലക്ട്രിക് വെഹിക്കിള് അതുപോലെ തന്നെ AC ലോഡിൽ ഉണ്ടാകുന്ന മാറ്റം, ഈ മാറ്റം കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ പാറ്റേണിൽ തന്നെ വലിയൊരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഇലക്ട്രിസിറ്റി കൺസംഷനിൽ കഴിഞ്ഞ ഒരു വർഷം, അതായത് 2023-24 എത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനമാകുമ്പോഴേക്ക് നമ്മുടെ ലോഡില് വന്നിട്ടുള്ള വർധനവ്, അതുപോലെ തന്നെ ടോട്ടൽ എനർജി കൺസംഷനിലെ വർധനവ് എന്ന് പറയുന്നത് 15% മുകളിലായിരുന്നു. 2023 ഏപ്രിൽ മാസം 21 കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക പീക്ക് ലോഡ് വന്നിരുന്ന സമയം. തൊട്ട് മുമ്പത്തെ വർഷം അത് 5024 മെഗാവാട്ട് ആയിരുന്നു. 2023 ഏപ്രിൽ മാസം 21 5024 മെഗാവാട്ട് ആയിരുന്നു. ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് അതൊരു 5000-ലാണ് ഇങ്ങനെ നിന്നിരുന്നത്. എന്നാൽ 2024 ഏപ്രിൽ മാസം 26 ആയപ്പം അത് 5796 അത് മെയ് 2 ആയപ്പോഴേക്ക് 5856 എന്ന് പറഞ്ഞാൽ 800 മെഗാവാട്ടിന്റെ വർധനവാണ് ഒരു വർഷം കൊണ്ട് പീക്ക് ഡിമാൻഡിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടായത്. 5000 നിന്നാണ് 5800 എന്ന് പറഞ്ഞാൽ 16%. എനർജി കൺസംഷൻ 2023 ഏപ്രിൽ മാസത്തിലെ എനർജി കൺസംഷൻ പെർ ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് 100.03 മില്യൺ യൂണിറ്റ് എത്തി. അതെന്നുവെച്ചാൽ 100. ഇത്തവണ 2024 ഏപ്രിൽ അവസാന ദിവസങ്ങളിലെ എല്ലാ ദിവസങ്ങളിലെയും കൺസംഷൻ 115 മുകളിലായിരുന്നു. 115 മില്യൺ യൂണിറ്റിന് എന്ന് പറഞ്ഞാൽ 15% കറക്റ്റ് എനർജി കൺസംഷനിലും കൂടി. അപ്പം പീക്ക് ഡിമാൻഡിലും വർധനവുണ്ടായി, എനർജി കൺസംഷനിലും വർധനവുണ്ടായി. ഇത് മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വർധനവാണ്. നമ്മുടെ ഒരു എനർജി കൺസംഷനിൽ കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ടാകുന്ന വർധനവ് 3% ആണ്. 2019-20 കാലത്ത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം 22 ഒരു 6% വർധന ഉണ്ടായി. കാരണം കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ തകർച്ച പോസ്റ്റ് കോവിഡിൽ ഒരു
റിക്കവറി വന്നതിന്റെ ഭാഗമായി 3% എന്നുള്ളത് 6% വർദ്ധിക്കുകയുണ്ടായി. ആ 6% മുൻകാലത്തെ ഏറ്റവും വലിയ വർധനവ്. അവിടെയാണ് ഈ ഒരു വർഷം നമ്മൾ 15% മുകളിൽ പീക്ക് ഡിമാൻഡിലും അതുപോലെ തന്നെ എനർജി കൺസംഷനിലും വർധനവുണ്ടായത്. ഇത് ആണ് ഒന്ന് സംഭവിച്ചിട്ടുള്ളത്. രണ്ട്, നമ്മുടെ കൺസംഷന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. കേരളത്തിലെ എനർജി കൺസംഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് രാവിലെ ഒരു 5 മണി മുതൽ 8 മണി വരെ പീക്ക് ഉണ്ടാവാറുണ്ട്. നോർമലി ഒരു 5000 ഈവനിങ് പീക്ക് എങ്കിൽ രാവിലെ സമയത്ത് ഒരു 4500 4800 ലെവലിൽ ഒരു മോർണിംഗ് പീക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പകൽ സമയത്ത് ആ ലോഡ് എന്ന് പറയുന്നത് ഒരു 3800 4000 താഴും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5000 ആയിട്ട് വീണ്ടും ഈവനിങ് പീക്ക് വരും. ഈ പീക്ക് വൈകുന്നേരം ഒരു 6:30 മണി മുതൽ ഒരു 10:30-11 മണി വരെയാണ് ഈവനിങ് പീക്ക് സാധാരണ പോകാറ്. 11 മണി വരെയൊക്കെ ആകുമ്പോഴേക്ക് ആ പീക്ക് വീണ്ടും കുറഞ്ഞ് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും 3000 മെഗാവാട്ടായിട്ട് നമ്മുടെ ലോഡ് കുറയും. ഇതാണ് നോർമലി കണ്ടുവന്നിരുന്ന പാറ്റേൺ എങ്കിൽ നമ്മുടെ ഈ വർഷത്തെ പാറ്റേൺ അതിൽ നിന്ന് വ്യത്യസ്തമായി വൈകുന്നേരം ഒരു 6-6:30 ലോഡ് കയറി ഒരു 7:30 ആകുമ്പോഴേക്കും ഒരു 5800 കടന്ന് പിന്നെ ഒരു 5600 രാത്രി 2:30-3 മണി വരെ ലോഡ് നിൽക്കുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ള ഡിഫറൻസ്. ഈ ഡിഫറൻസ് ഉണ്ടായ അഡീഷണൽ ലോഡിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പണന്റ് AC-യും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങും ആയിരിക്കാം എന്ന ധാരണയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. കാരണം രണ്ടും ഈ സമയത്ത് തന്നെയാണ് സംഭവിക്കുക. കാരണം വീട്ടിൽ വണ്ടി കൊണ്ടുവന്ന് ചാർജ് ചെയ്തിടുന്നു, അല്ലെങ്കിൽ AC ഓണാക്കിയാൽ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ടൈമറൊക്കെ വെച്ച് ചിലപ്പം രാത്രി ഒരു 2 മണിക്കോ 3 മണിക്കോ ഓഫായി പോകുന്നുണ്ടാവാം. അവിടെ വെച്ചിട്ട് ഒരു 3 മണിക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് കുറയുന്നുണ്ട്. അങ്ങനെ 3 മണിക്ക് കുറഞ്ഞ ലോഡ് വീണ്ടും 5 മണിയാകുമ്പോൾ വീണ്ടും കയറുകയും ചെയ്യും. ഇതാണ് കേരളത്തിലെ ലോഡ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഏകദേശം 1100 മെഗാവാട്ടോളം ഇപ്പൊ സോളാർ പ്ലാന്റുകളുണ്ട് ടോട്ടൽ. ഈ സോളാർ പ്ലാന്റ് പകൽ സമയത്ത് ഉൽപാദനം നടക്കുന്നുണ്ട്. ഒരു 800 മെഗാവാട്ടെങ്കിലും ഒക്കെ ശരാശരി ഉൽപാദനം നടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ഡേ ടൈമിലെ ലോഡിനകത്ത് അതും കൂടി കൂട്ടണം. കാരണം അത് നമ്മുടെ സെൻട്രലൈസ്ഡ് ഗ്രിഡിലെ അളവിൽ കാണില്ല. അതായത് KSEBയുടെ ലോഡ് ഡെസ്പാച്ച് സെന്ററിലെ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം 4200 ആണെങ്കിൽ ഈ 800 കൂടി കൂട്ടി 5000 ആണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഡിമാൻഡ് എന്ന് കണ്ടുവരും. കാരണം എന്താ? കാരണം ഇത് പ്രാദേശികമായി കൺസ്യൂം ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു ഫ്ലാറ്റൻ ലോഡ് കർവിലേക്ക് കേരളം എത്തിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ കാണേണ്ടി വരും. നമ്മൾ നേരത്തെ പറയുന്ന പോലെ പീക്കിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്ന നിലയിൽ നമ്മൾ കേരളത്തിന്റെ എനർജി കൺസംഷനെ കാണാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ എനർജി കൺസംഷൻ കുറെയൊക്കെ ഫ്ലാറ്റൻ ആയിട്ടുണ്ട്. അപ്പം ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റിൽ ഈ പറയുന്ന പോലെ പീക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറേണ്ട ഒരു സമയത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. നമ്മളിപ്പം കേവലം പീക്ക് മാനേജ് ചെയ്യുക എന്നത് മാത്രമാണ് കുറെ കാലമായിട്ട് ഇലക്ട്രിസിറ്റി സെക്ടറിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഡേ പീക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ല കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എനർജി മാനേജ്മെന്റ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. കാരണം പീക്ക് ലോഡ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ലോങ് ഡ്യൂറേഷൻ പീക്ക് ലോഡിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിപ്പം സാധാരണഗതിയിൽ ഇലക്ട്രിസിറ്റി പർച്ചേസ് പ്ലാൻ ചെയ്യുമ്പോൾ വൈകുന്നേരത്തെ 6 മണി മുതൽ 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ സ്ലോട്ടിൽ കുറെ കൂടുതൽ വൈദ്യുതി വാങ്ങുകയും അതിനുശേഷം ബാക്കിയുള്ള വൈദ്യുതി ബേസ് ലോഡായി തന്നെ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് മാറി ഈ പറയുന്ന റൗണ്ട് ദ ക്ലോക്ക് പർച്ചേസിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ആ റൗണ്ട് ദ ക്ലോക്ക് പർച്ചേസിൽ പകൽ സമയത്ത് നമുക്ക് വൈദ്യുതി ആവശ്യമില്ലാതെ വരികയും ചെയ്യും. കാരണം എന്താ? സോളാറിന്റെ വർധനവ് അതിനകത്ത് ഒരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ സർപ്ലസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും റൗണ്ട് ദ ക്ലോക്ക് പർച്ചേസിൽ നിന്ന് മാറാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സോളാർ ജനറേഷൻ ഇല്ലാത്തുണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന അവസാനം നമുക്ക് പലപ്പോഴും വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇതിനകത്ത് സോളാർ ജനറേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ജനറേഷൻ ചില ദിവസങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പം അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ ജനറേഷൻ നന്നായിട്ട് കുറയും, ചെറിയ രൂപത്തിലല്ല കുറയുക. നമ്മൾ റൂഫ് ടോപ്പ് ആണ്, വളരെ ഡീസെൻട്രലൈസ്ഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഒരു സ്ഥലത്ത് കുറഞ്ഞാൽ വേറെ സ്ഥലത്ത് എല്ലാം കൂടി ശരാശരി മാച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും റിയൽ പിക്ചേഴ്സിൽ നമുക്ക് ഒരു 1100 മെഗാവാട്ടോളം ടോട്ടൽ സോളാർ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും
ചില ദിവസങ്ങളിൽ അത് 200-300 മെഗാവാട്ട് മാത്രമേ ജനറേഷൻ ഉള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. മറ്റു ചില ദിവസങ്ങളിൽ 900-1000 മെഗാവാട്ടിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട്. അത് പറഞ്ഞ മഴക്കാലം എന്ന് പറയുന്ന സമയത്തുള്ളതല്ല, നോർമൽ ഈ പറയുന്ന വേനൽക്കാലത്ത് തന്നെ ഈ ഒരു ഡിഫറൻസ് സോളാർ ജനറേഷനിൽ കാണുന്നുണ്ട്. അത് അതിനകത്ത് പല ഘടകങ്ങളുണ്ടാവും. ആ ഘടകങ്ങൾ എല്ലാം ഒന്നും, കാരണം മുഴുവൻ ഈ പറയുന്ന പോലെ റീഡിങ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് റീഡിങ് കിട്ടുന്ന അവസ്ഥ ഇപ്പോഴും ഇല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കുന്ന അവരുടെ മൊബൈലൊക്കെ ചിലപ്പം ഡാറ്റ കിട്ടുന്നുണ്ടാകുമെങ്കിൽ പോലും ഇലക്ട്രിസിറ്റി സിസ്റ്റത്തിന്റെ അകത്തേക്ക് മുഴുവൻ ഡാറ്റയും കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കാര്യത്തിനകത്തും കുറേയേറെ സ്റ്റഡീസ് നടക്കേണ്ടത്. ഇതാണ് കേരളത്തിന്റെ ഒരു എനർജി പാറ്റേണിൽ വന്നിട്ടുള്ള പൊതു അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് 2030 നമുക്ക് എത്ര എനർജി വേണ്ടി വരും? ബിസിനസ് ആസ് യൂഷ്വൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിമാൻഡ് 2030 ആകുമ്പോഴേക്ക് ഒരു 9000 മെഗാവാട്ടിലേക്കും കൺസംഷൻ പെർ ഇയർ ഇപ്പം ഉള്ള 30,000 നിന്ന് ഒരു 55,000-60,000 എത്തും. ബിസിനസ് ആസ് യൂഷ്വൽ അല്ല. നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ കേരളത്തിൽ ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ കൺസംഷനും ഒക്കെ കൂടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വീണ്ടും വർദ്ധിക്കും. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 9,000 എന്നുള്ളത് ഒരു 10,000 എത്തും. നമ്മുടെ എനർജി കൺസംഷൻ 60-70 ഇടയിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഒരു 10,000 മെഗാവാട്ട് പീക്ക് ലോഡിനും ഒരു 60,000 മില്യൺ യൂണിറ്റ് എനർജിക്കും വെച്ച് പ്ലാൻ ചെയ്താലല്ലാതെ 30 നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു 10,000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഉള്ള നമ്മുടെ കേരളത്തിൽ നമ്മളൊരു 5,800 മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ അതിനകത്തേക്ക് ഒരു 4,000 മെഗാവാട്ട് അഡീഷണൽ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കൺസംഷൻ ഇപ്പോൾ ഉള്ള 30,000 നേരെ ഇരട്ടി ഒരു 30,000 മില്യൺ യൂണിറ്റും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇതിനുള്ള സാധ്യത എന്തൊക്കെയാണ്? നമ്മുടെ മുമ്പിൽ കേരളത്തിലെ ഇന്റേണൽ ജനറേഷൻ വർദ്ധിപ്പിക്കുന്നതിലുള്ള സാധ്യത എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സോളാർ അല്ലാതെ വേറെ സാധ്യതയൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. സോളാറാണ് നമ്മുടെ മുമ്പിലുള്ള ഇന്റേണൽ ജനറേഷൻ. പക്ഷെ സോളാറിന്റെ പ്രശ്നം ഇതാണ്, പകൽ സമയം മാത്രമേ നമുക്ക് കിട്ടൂ. നമ്മുടെ കൺസംഷന്റെ ഒരു മെജോറിറ്റി വരാൻ പോകുന്നത് രാത്രിയാണ്. ഇനി നമുക്ക് 30,000 മില്യൺ യൂണിറ്റ് എനർജി അഡീഷൻ സോളാർ കൊണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു വയ്ക്കുക, എത്ര മെഗാവാട്ട് സോളാർ വേണ്ടി വരും? 1 കിലോവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1,500 യൂണിറ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ഈൽഡ്. അത് 2,000 യൂണിറ്റ് വരെയൊക്കെ എത്താം. എന്ന് പറഞ്ഞാൽ 30,000 മെഗാവാട്ട് മില്യൺ യൂണിറ്റ് കിട്ടണമെങ്കിൽ 15,000 മെഗാവാട്ട് സോളാർ വേണമെന്നാണ് അർത്ഥം. 15,000 മെഗാവാട്ട് സോളാർ നമ്മളെ ഗ്രിഡിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഗ്രിഡിന്റെ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി 15,000 മെഗാവാട്ട് വേണം. കാരണം നല്ല ഗ്രിഡ് കണക്ട് ചെയ്യാൻ പറ്റൂ. നമ്മള് പീക്ക് ലോഡ് കാണുന്നത് 10,000 മെഗാവാട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പീക്ക് ലോഡിൽ വരുന്ന, അല്ലാണ്ട് ട്രാൻസ്മിഷൻ കപ്പാസിറ്റി നമ്മൾ 15,000 വെച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആവും. കേരളത്തിന് ഒരു ട്രാൻസ്മിഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു 6,000-6,500 കിടക്കുന്നത് 10,000 എത്തിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, ശരിയാണ്. പക്ഷേ അത് നമ്മൾ 15,000 എത്തിക്കുന്ന രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അബ്സേർഡ് ആണ്. അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് കൂടി സോളാർ എനർജിന്റെ കോസ്റ്റ് ആയിട്ട് കൂട്ടേണ്ടി വരും. അങ്ങനെ സോളാർ എനർജിന്റെ കോസ്റ്റ് ആയി കൂട്ടിയാൽ ഒരു യൂണിറ്റ് സോളാർ എനർജിക്ക് ഒരു 7-8 രൂപ എത്തും. അവിടെയും വേറൊരു പ്രശ്നം ഉണ്ടാകുന്ന, ഈ ഫ്ലക്ച്വേഷൻ മാനേജ് ചെയ്യാൻ നിങ്ങൾ അഡീഷണൽ ആയി എനർജി സോഴ്സ് കണ്ടുപിടിക്കാൻ കൂടി വേണ്ടി വരും. കാരണം 15,000 മെഗാവാട്ട് ഒരു ഗ്രിഡിൽ കണക്ട് ചെയ്താൽ 15,000 മെഗാവാട്ടിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് ഈ 15,000 മെഗാവാട്ട് വരുന്നത് കാണുക നമ്മൾ. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 30% വരെയൊക്കെ ഫ്ലക്ച്വേഷൻ വരാം, ജനറേഷൻ ഫ്ലക്ച്വേഷൻസ് വരാം. അങ്ങനെ 30% ജനറേഷൻ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ ഇനേഴ്ഷ്യ തീരെ ഇല്ലാത്തൊരു എനർജി സോഴ്സ് ആണ് ഇത് സോളാർ. ഇനേഴ്ഷ്യ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സഡൻ ജമ്പ് സഡനായി നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രിഡ് കൊളാപ്സിലേക്ക് പോകും. അപ്പോൾ ഒരു 30% എന്ന് പറഞ്ഞാൽ 15,000 ഒരു 4,500 മെഗാവാട്ടിന്റെ ഫ്ലക്ച്വേഷൻ വരെ വരാം. 4,500 അല്ലെങ്കിൽ 2,000 മെഗാവാട്ട് ഫ്ലക്ച്വേഷൻ വന്നാൽ ഇതിനർത്ഥം എന്താ? 2,000 മെഗാവാട്ട് സ്പിൻ റിസർവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നാണ് ഇതിനർത്ഥം. കയ്യിൽ, അതായത്
കോമ്പൻസേറ്റ് ചെയ്യാനുള്ള 2000 മെഗാവാട്ട്, അതായത് നിങ്ങൾ എനർജി കൺസംഷന് വേണ്ടി ഉപയോഗിക്കാണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട 2000 മെഗാവാട്ട് ഉണ്ടാവണം. 2000 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ അവിടെ 1 മെഗാവാട്ട് ഫേം പവർ, അതായത് ഒന്നുകിൽ കൽക്കരി നിലയോ അല്ലെങ്കിൽ ജലനിലയോ മറ്റേതെങ്കിലും ഫേം പവർ തരുന്ന 2000 മെഗാവാട്ട് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 6 കോടി റുപ്യ പെർ മെഗാവാട്ടാണ് എന്ന് പറഞ്ഞാൽ 2000 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു 12,000 കോടി റുപ്യയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിന്റെ മേലെ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഈ പറയുന്ന സ്പിൻ റിസർവിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് പോലുള്ള ഏതെങ്കിലും സ്റ്റോറേജ് സംവിധാനത്തിന് മുകളിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ കൂടി ചേർത്ത് വേണ്ടി വരും നിങ്ങൾക്ക് സോളാർ എനർജിന്റെ കോസ്റ്റ് കണക്ക് കൂട്ടണം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ സോളാർ എനർജിക്ക് നമ്മൾക്കിപ്പം 2 റുപ്യക്ക് കിട്ടും അല്ലെങ്കിൽ 3 റുപ്യക്ക് കിട്ടും എന്നൊക്കെ പറയുന്നത് 10 രൂപേന്റെ മുകളിലേക്ക് പെർ യൂണിറ്റിൽ പോകും. അതുകൊണ്ട് സോളാർ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡ് കപ്പാസിറ്റിക്ക് ഒപ്റ്റിമൈസ് ചെയ്യാതെ നമുക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഗ്രിഡ് കപ്പാസിറ്റിയിൽ നിന്ന് അടുത്ത ഒരു 5600 അല്ലെങ്കിൽ 6000 മെഗാവാട്ട് നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 10,000ത്തിലേക്ക് വരാവുന്ന അഡീഷണൽ ആയി വരാവുന്ന സോളാറിന് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു 4000 അല്ലെങ്കിൽ 3000 മെഗാവാട്ട് മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് ഒരു 5000 മെഗാവാട്ട് ടോട്ടൽ സോളാർ എന്നത് കണ്ടാൽ അതിന്റെ അർത്ഥം പരമാവധി നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഒരു 10,000 മില്യൺ യൂണിറ്റിന് അപ്പുറത്തേക്ക് പോവില്ല. കാരണം 1.5 മില്യൺ യൂണിറ്റ് പെർ മെഗാവാട്ടാണ് യഥാർത്ഥ കണക്ക്. പക്ഷെ ഈ പുതിയ പാനലുകൾ വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ കപ്പാസിറ്റി ഫാക്ടർ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു എന്താ പറയുക 2 ടൈംസ് വരെ, അല്ലെങ്കിൽ 1 മെഗാവാട്ട് ഈസ് ഈക്വൽ ടു 2 മില്യൺ യൂണിറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നാൽ നമ്മൾ 5000 മെഗാവാട്ട് സോളാർ കേരളത്തിൽ കൂട്ടിച്ചേർത്താൽ നമുക്കൊരു 10,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉണ്ടാകും. ഇതാണ് നമ്മുടെ മുമ്പിൽ അഷ്വേർഡ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു മേഖല. അപ്പൊ കേരളത്തിന്റെ എനർജി ഇന്റേണൽ ജനറേഷൻ കൂട്ടുന്നതിൽ സോളാർ നമുക്ക് ആശ്രയിക്കാവുന്ന ഒന്നാണ്. പക്ഷെ അത് നൽകുന്ന എനർജി എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ അഡീഷണൽ ആണെങ്കിൽ 2000 മില്യൺ യൂണിറ്റ്. കാരണം ഇപ്പം നിലവിലുള്ള 1000 കൂടി കൂട്ടിയിട്ടാണ് 5000 പറഞ്ഞത്. അപ്പം ഒരു 2000 മില്യൺ യൂണിറ്റ് അഡീഷണൽ കിട്ടും. വെച്ചാൽ 30,000 മില്യൺ യൂണിറ്റ് നമുക്ക് വേണം. അതിനകത്ത് 22,000 മില്യൺ യൂണിറ്റ് നിങ്ങൾ വേറെ കണ്ടുപിടിക്കണം. ഇവിടെ കേരളത്തില് കേരളത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ച് മറ്റൊരു സാധ്യതയുള്ള ജലവൈദ്യുതിയാണ്. പക്ഷെ അത് നമ്മൾ പറച്ചിൽ മാത്രമേ നടക്കൂ, അതിനപ്പുറത്തേക്ക് നടക്കും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിന് ഈ പറയുന്ന പോലെ ഒരു 10,000-3000 മെഗാവാട്ട് അഡീഷണൽ ആയി ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള കപ്പാസിറ്റി കേരളത്തിന്റെ എന്താ പറയാ വാട്ടർ സോഴ്സസിനുണ്ട്. പക്ഷെ ആ 3000 മെഗാവാട്ട് ഹാർനസ് ചെയ്യണമെങ്കിൽ അത് വലിയൊരു യുദ്ധമാണ്. അത് അത്ര എളുപ്പമല്ല. കാരണം അത് ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും റിന്യൂവബിൾ എനർജിയിലെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഹൈഡലാണെങ്കിൽ കേരളത്തിൽ മാത്രം അതെന്തോ വളരെ മോശപ്പെട്ട ഒരു എനർജി സോഴ്സ് ആണ് എന്ന നിലയ്ക്കാണ് കാണുന്നത്. സ്മോൾ ഹൈഡ്രോ എന്ന് പറയുന്നതിന് മാത്രമാണ് അത്ര വലിയ എതിർപ്പില്ലാത്തത്. പക്ഷെ സ്മോൾ ഹൈഡ്രോയ്ക്കുള്ള ഒരു പ്രശ്നം, മഴക്കാലത്തല്ലാണ്ട് സ്മോൾ ഹൈഡ്രോയിൽ വൈദ്യുതി ഉണ്ടാവില്ല. കാരണം പെർണിയൽ സോഴ്സ് അല്ല. കേരളത്തിൽ ഒരൊറ്റ നദിയും പെർണിയൽ അല്ല. മഴക്കാലത്ത് വെള്ളം ഉണ്ടാവും, വേനൽക്കാലത്ത് പറ്റും. വേനൽക്കാലത്ത് വെള്ളമുള്ള ഏതെങ്കിലും നദി കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട് എന്നാണ്. എവിടെയെങ്കിലും ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം പമ്പയിൽ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ശബരിഗിരി, കക്കാട് പദ്ധതികൾ അവിടെ ഉണ്ട്. അവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന വെള്ളമാണ് പമ്പയിൽ വേനൽക്കാലത്ത് കിട്ടുന്നത്. അല്ലാതെ അവിടെ ഒരു എന്താ പറയാ കൈവഴി കൂടിയും വെള്ളം വരുന്നില്ല. ചാലക്കുഴി പുഴയിൽ വെള്ളമുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം പെരിങ്ങൽകൂത്തും ഷോളയാറും മുകളിലുണ്ട് എന്നാണ്. അങ്ങനെ അല്ലാതെ കേരളത്തിൽ ഒരൊറ്റ നദിയിലും വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ സ്മോൾ ഹൈഡ്രോ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന അരുവികളിൽ നിന്നാണല്ലോ. അവിടെ മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം കൊണ്ട് മാത്രമേ ഉണ്ടാക്കൂ. അപ്പൊ മഴക്കാലത്തെ വൈദ്യുതി ഉൽപാദനം നടക്കൂ. മഴക്കാലത്ത് നമ്മുടെ കൺസംഷൻ പൊതുവെ കുറവാണ്. നമ്മളെ വൈദ്യുതി ഉൽപാദനം മഴക്കാലത്ത് നടന്നാലും നമുക്ക് വേണ്ട ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം മഴക്കാലത്ത്, ഇപ്പം ഡെന്യൂറൽ ചേഞ്ച് എന്ന് പറയുന്ന സാധനം നമ്മൾ പീക്ക് ലോഡിൽ വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നതും, പക്ഷേ ഒരു ആനുവൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് കൺസംഷൻ വല്ലാണ്ട് കൂടുകയും മഴക്കാലത്ത് വല്ലാണ്ട് കുറയുകയും ചെയ്യുന്നതാണ് കേരളത്തിന്റെ ഒരു ലോഡ് പാറ്റേൺ. അങ്ങനെ വരുമ്പോൾ വൈദ്യുതി ഉപഭോഗം സാമാന്യനും കുറയുന്ന സമയത്താണ് നമുക്ക് സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾ വൈദ്യുതി തരിക. അതുകൊണ്ട് സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റ് അത്ര വയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. പക്ഷേ
ഇപ്പം അതിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം കേരളത്തിന്റെ മാറ്റമല്ല, ഇന്ത്യയുടെ ലോഡ് പാറ്റേണിൽ വന്നിട്ടുള്ളൊരു പുതിയ മാറ്റമുണ്ട്. അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് പകുതി വരെ ഇന്ത്യയിൽ പീക്കിംഗ് കൺസംഷൻ നടക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ അത് ജൂൺ ഒരു പകുതിയോടുകൂടി അത് ആ സാധനം ജൂലൈന്റെ തുടക്കത്തോടു കൂടി അത് കുറയുമായിരുന്നു. പക്ഷെ അത് മാറി ജൂലൈ മാസവും കൂടി ഇന്ത്യയിൽ ഹൈ ഡിമാൻഡ് നിൽക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് കേരളത്തിലെ ജലവൈദ്യുതി സ്മോൾ ഹൈഡ്രോ ആണെങ്കിൽ പോലും ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് കൺസംഷൻ കൂടി നിൽക്കുന്ന സമയമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹിമാചൽ പ്രദേശിലെ ജലനിലയങ്ങളുടെ കൺസംഷൻ എന്ന് പറയുന്ന സാധനം, ഉത്പാദനം എന്ന സാധനം ഏറ്റവും കൂടി നിൽക്കുന്നത് വേനൽക്കാലത്താണ്. കാരണം മഞ്ഞുരുകിയിട്ട് വരുന്ന വെള്ളമാണ് അവിടുത്തെ വെള്ളം, മഴ പെയ്തിട്ട് വരുന്ന വെള്ളമല്ല. ഹിമാലയത്തിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളം. അവിടുത്തെ ജലനിലയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്പാദനം, ചെറിയ നിലയങ്ങൾ സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഉത്പാദനം നടക്കുക വേനൽക്കാലത്താണ്. നമുക്ക് വേണ്ടത് വേനൽക്കാലത്താണ്. അവർക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി വേണ്ട സമയം മഴക്കാലത്താണ്. നമ്മൾ ഇവിടുത്തെ മഴക്കാലത്താണ്. ഈ ഒരു എന്താ പറയാ സ്വാപ്പിങ്ങിന്റെ സാധ്യത ഫലപ്രദമായി ഉപയോഗിച്ചാൽ നമുക്ക് സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾ കേരളത്തിന്റെ എനർജി റിക്വയർമെന്റിൽ ചെറിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു 1000 മെഗാവാട്ട് വരെയൊക്കെ നമുക്ക് സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റിന്റെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ഏകദേശം 1000 മെഗാവാട്ട് തന്നെ ഒരു 3000 മില്യൺ യൂണിറ്റ് വൈദ്യുതി വരെ നമുക്ക് സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റുകളിൽ നിന്ന്, കാരണം വെച്ചാൽ 1:3 എന്നുള്ള രൂപത്തിലേ കിട്ടൂ. അങ്ങനെ ഒരു 3000 മില്യൺ യൂണിറ്റ് വരെ നമുക്ക് സ്മോൾ ഹൈഡ്രോ പ്രോജക്റ്റുകളിൽ നിന്ന് സാധ്യതയുണ്ട്. അപ്പോൾ 8000 + 3000 എന്ന് പറഞ്ഞാൽ 11,000 മില്യൺ യൂണിറ്റ്. ബാക്കി വരുന്ന വൈദ്യുതി ഏകദേശം ഒരു 20,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പുറത്തു നിന്ന് വാങ്ങുകയല്ലാതെ കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുക എന്നത് പ്രായോഗികമാവില്ല. ഇപ്പൊ നമ്മൾ 70% എനർജിയും പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അത് ആ നിലയ്ക്ക് തന്നെ തുടരേണ്ടി വരും എന്നതാണ് കേരളത്തിന്റെ ഒരു വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ കാണുക. അവിടെ ഒരു സാധ്യത പുതിയതായി ഇപ്പം നമ്മള് എന്താ പറയാ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പുതിയ ഒട്ടേറെ കൽക്കരി നിലയങ്ങൾ ഇപ്പം ഇന്ത്യയിൽ അനുമതി കൊടുത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള പുതിയ കൽക്കരി നിലയങ്ങൾ നമുക്കും കാരണം എന്തായാലും അവർ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ്. ആ വൈദ്യുതിയിൽ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി കണ്ടെത്താനുള്ള ഒരു ശ്രമം, അതായത് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ PPA വെക്കുക എന്നതാണ് അതിൻ്റെ അകത്ത് ചെയ്യാൻ കഴിയുക. അല്ലാണ്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചതിന് ശേഷം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വലിയ വിലയ്ക്ക് പോവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ദീർഘകാല കരാറിലേക്ക് പോകുക എന്നത് ഒരു സാധ്യതയാണ്. അപ്പം അങ്ങനെ വരുമ്പം ഒരു മെഗാവാട്ട് കൽക്കരി നിലയം സമം ഈസിക്കൽ ടു 8 മില്യൺ യൂണിറ്റ് ആണ്. അപ്പൊ 1000 മെഗാവാട്ട് നമ്മൾ കപ്പാസിറ്റി കരാർ ചെയ്താൽ 8000 മില്യൺ യൂണിറ്റ് വരും. ഒരു 2000 മെഗാവാട്ടെങ്കിലും നമ്മൾ കൽക്കരി നിലയങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, കണ്ടെത്താൻ ശ്രമിക്കുക. ബാക്കി വരുന്ന വൈദ്യുതി ഇന്ത്യയിൽ ഇപ്പൊ ഹൈബ്രിഡ് ആയിട്ട് സോളാറും വിൻഡും കൂടി ചേർത്തുള്ള പുതിയ നിലയങ്ങൾ വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് സ്റ്റോറേജ് അവിടെ തന്നെ ചെയ്തിട്ട് ഷെഡ്യൂളബിൾ എനർജി എന്നുള്ള രൂപത്തിലേക്കും രാജ്യത്ത് വൈദ്യുതി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സോളാർ വിൻഡ് ഹൈബ്രിഡ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന വൈദ്യുതി എന്ന നിലയ്ക്ക് നമുക്കൊരു 4000 മില്യൺ യൂണിറ്റോളം വൈദ്യുതി കിട്ടാവുന്ന ഒരു 2000 മെഗാവാട്ട് അല്ലെങ്കിൽ ഒരു 1500 മെഗാവാട്ടിന്റെ കരാറുകൾ ഈ നിലയിൽ ഉണ്ടാക്കിയാൽ ഒരു 2030 വൈദ്യുതി ആവശ്യകത നിറവേറ്റാനുള്ള വൈദ്യുതി നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നതാണ് കാണുന്നത്. പക്ഷെ ഇത് വരുമ്പോൾ ഇതിനകത്ത് നമ്മളെ കയ്യിൽ വരുന്ന വൈദ്യുതിയിൽ പകൽ സമയത്തെ ഒരു 5000 മെഗാവാട്ട് സോളാർ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കരാറിലെത്തുന്ന ഒരു 2000 മെഗാവാട്ട് സോളാർ, പകൽ സമയത്ത് നമുക്ക് RTUവിൽ കിട്ടുന്ന അല്ലെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക് കിട്ടുന്ന വൈദ്യുതി എന്ന് പറയുന്ന ഒരു 5000 മെഗാവാട്ട് വൈദ്യുതി, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 12,000 13,000 മെഗാവാട്ട് വൈദ്യുതി പകൽ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. 12,000 മെഗാവാട്ട് വൈദ്യുതി പകൽ സമയത്ത് ഉണ്ടാവുമ്പോൾ കേരളത്തിലെ 5000 മെഗാവാട്ട് സോളാറിൽ സ്പോട്ടിൽ അവിടെ തന്നെ കൺസ്യൂം ചെയ്തു പോകുന്ന ഒരു 2000 മെഗാവാട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു 10,000 മെഗാവാട്ട് ഉണ്ട്. പക്ഷെ നമ്മളെ സെൻട്രലൈസ്ഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു 7,500 8,000 നിൽക്കും. എന്ന് പറഞ്ഞാൽ 3000 മെഗാവാട്ട് സർപ്ലസ് എപ്പോൾ ഉണ്ടാവും? ഈ സമയത്ത് ഉണ്ടാവും. ഈ 3000 മെഗാവാട്ട് സർപ്ലസിൽ ഒരു 2000 മെഗാവാട്ട് എങ്കിലും നമ്മൾ പമ്പ്ഡ് സ്റ്റോറേജിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഒരു 1000 മെഗാവാട്ട്
ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പം ഡെവലപ്പ് ചെയ്തെടുക്കുകയും കൂടി വേണ്ടിവരും. അതായത് റൂഫ് ടോപ്പിൽ നമ്മൾ സോളാർ ഉണ്ടാക്കുന്നു. അങ്ങനെ റൂഫ് ടോപ്പിൽ സോളാർ ഉണ്ടാക്കുന്ന ഒരു പ്രദേശത്ത് ഉണ്ടാകുന്ന സോളാർ എനർജി അവിടെ തന്നെ സംഭരിക്കുന്നതിന് പ്രാദേശികമായ ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാക്കുക. കൺസംഷൻ രാത്രി സമയങ്ങളിൽ അതിൽ നിന്ന് കൺസംഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ലോസ് പരമാവധി കുറയ്ക്കാൻ പറ്റും. 2, ഇത് സിസ്റ്റത്തിനെ ടോട്ടലി ലോഡ് ചെയ്യുന്നതിനകത്തും കുറവ് വരും. പീക്ക് സമയത്തെ ലോഡിങ് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ പറ്റുന്ന രൂപത്തിൽ സ്റ്റോറേജ്, സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ എന്നതിന് പകരം ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ് കാണുക. ലോക്കൽ നെറ്റ്വർക്കിനെ മൈക്രോ ഗ്രിഡ് ആക്കി കൺവേർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ സബ്സ്റ്റേഷൻ പുറപ്പെടുന്ന ഒരു 11 kV നെറ്റ്വർക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് സ്റ്റോറേജ് സംവിധാനത്തിൽ കൂടി സബ്സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള അവിടുത്തെ 11 kV നെറ്റ്വർക്ക് എന്ന സാധനം ആ പ്രദേശത്തെ ഒരു മൈക്രോ ഗ്രിഡായി മാറും. അത് അവിടുത്തെ കമ്മ്യൂണിറ്റി സ്റ്റോറേജിലേക്ക് വരും. ആ കമ്മ്യൂണിറ്റി സ്റ്റോറേജ് സബ്സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. അവിടെ ഉണ്ടാകുന്ന ഇന്ററാക്ഷന്റെ ടോട്ടൽ അളവ് എന്ന സാധനം നന്നായിട്ട് കുറയും. ഇത് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ മേലെ വരുന്ന ഇൻവെസ്റ്റ്മെന്റിലും ഒരുപാട് കുറവുണ്ടാക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ പറയുന്ന ലോഡ് മുഴുവൻ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും കൂടി അതിനനുസരിച്ചിട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ കഴിയുന്ന രൂപത്തിൽ കമ്മ്യൂണിറ്റി സ്റ്റോറേജ് എന്ന രൂപത്തിൽ, ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് എന്ന രൂപത്തിൽ ഒരു പുതിയ സങ്കല്പത്തിലേക്ക് കേരളത്തിൽ പോകേണ്ടി വരും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നിലവിലുള്ള നിയമപരമായി അതിന് അത്ര സാധ്യത ഇല്ല. കാരണം നിയമപരം അങ്ങനെ ഒരു സങ്കല്പമില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതിന് പറ്റുന്ന റെഗുലേഷൻസ് രൂപീകരിക്കേണ്ടി വരും. അത്തരത്തിൽ ചില സംവിധാനങ്ങൾ കൂടി കൊണ്ടുവന്നാൽ സ്വാഭാവികമായും നമുക്ക് 2030-കളിലെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാനുള്ളത്. അത്രയും പ്രസന്റ് ചെയ്ത് ഞാൻ നിർത്തുന്നു.